ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായ ഒരു മത്തങ്ങ എരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഒന്നാം തരം കറിയാണിത്. ഇതിനു വേണ്ടി നല്ലവണ്ണം മൂത്ത് പഴുത്ത ഒരു 400 ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയതാണിത്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5-6 മിനിറ്റ് നേരം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം തുറന്നൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരമുറി നാളികേരം, 4 ചെറിയ ഉള്ളി, 2 ചെറിയ വെളുത്തുള്ളിയുടെ അല്ലി, 1/2 ടീസ്പൂൺ ജീരകം. ഇതൊന്ന് ഒതുക്കി അരച്ചുകൊണ്ട് വരാം. ഇപ്പോൾ നമ്മുടെ മത്തങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു തവി കൊണ്ട് ഒന്നുകൂടി ഉടച്ച് സെറ്റാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ച് ചേർക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമുക്കിനി 2 മിനിറ്റ് നേരം നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ കറി റെഡിയായി. അരപ്പിൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് താളിപ്പ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ 2 ഉണക്കമുളക് ചേർത്തു. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതിൻ്റെ നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് നാളികേരം ചിരകിയതാണ്. ഇതും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ കൂട്ട് നമുക്ക് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വയ്ക്കാം. ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ചൂടോടെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായ മത്തങ്ങ എരിശ്ശേരിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു റെസിപ്പിയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.